ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL NKLന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ ലൈറ്റ്മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ Alightmotion ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ രണ്ട് ഇമേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1:1 എന്ന റേഷ്യോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലിപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മളിതൊന്ന് അറേഞ്ച് ചെയ്യണം. അതിന് ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ശേഷം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ഈ ഒരു കളർ കൊടുക്കുന്നുണ്ട് തൽക്കാലത്തേക്ക്. ഓക്കെ, ഈ ഒരു കളർ കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മളിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ക്ലിപ്പ് കുറച്ച് സൂം ഔട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഇമേജ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യണം. ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് നമ്മളൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യാം. ശേഷം എൻഡിൽ വന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. ശേഷം എഡിറ്റ് ഷേപ്പ് പോയിട്ട് നമ്മൾ ഇതിൻ്റെ വാല്യൂ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. എക്സും വൈയും വാല്യൂ നമ്മൾ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കുക. ശേഷം ഈ ഒരു രണ്ട് ലെയറും ചേർത്തിട്ട് നമ്മളൊന്ന് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ജസ്റ്റ് ഞാൻ ഒന്ന് വൈ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത ലെയർ സെലക്ട് ചെയ്യുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. 3Dയിൽ പോയിട്ട് ഫ്ലിപ്പ് ലെയർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആംഗിളിൽ വരാം. ആംഗിളിൽ വന്ന് 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ ഏകദേശം ഒരു -80.6 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്യാം. ശേഷം ബാക്ക് വരാം. ഓക്കെ, ശേഷം ഫുള്ള് ബാക്ക് വന്നതിന് ശേഷം അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിലേക്ക് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ഫിൽ സ്ക്രീൻ ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ ലെയറും സെലക്ട് ചെയ്യുക. എല്ലാ ലെയറും സെലക്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. എഫക്റ്റ് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത് ആ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, അതായത് സ്കെയിലിൽ വന്ന് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, ഈ ഒരു ഭാഗത്തായിട്ട് വന്നൊരു കീ ഫ്രെയിം, ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിനൊപ്പം നമുക്ക് ചെറിയൊരു ഈ പണിയും കൂടി ഉണ്ട്. നമ്മളിത് മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് കറക്റ്റ് സെൻട്രലായിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, കറക്റ്റ് സെൻട്രലായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ ഈ ഒരു കീ ഒന്നുകൂടി ഞെക്കിയാൽ നമുക്ക് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു പോയിൻ്റ് ഈ ഒരു പിക്കിൻ്റെ കറക്റ്റ് സെൻട്രലായിട്ട് കൊണ്ടുവരാം. ശേഷം നമ്മൾ ആ ഒരു ഐക്കൺ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ശേഷം സ്കെയിൽ ടൂളിൽ വരാം. സ്കെയിൽ ടൂളിൽ വന്നിട്ട് നമ്മൾ ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ സൂം ചെയ്ത് കൊടുക്കുക. ശേഷം ഇതൊന്ന് മൂവലൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം സൂമിൽ വന്നിട്ട് നമ്മളത് സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിലൊന്ന് സൂം ചെയ്ത് കൊടുക്കാം. ശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്തിട്ട് എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ കുറച്ചൊന്ന് സൂം ആക്കി കൊടുക്കാം. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ സൂം ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ബാക്ക് വരാം.
ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയാൽ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ മൂവ് ട്രാൻസ്ഫോമിൽ പോവാം. നമ്മൾ മൂവ് ടൂൾ പോയിട്ട് 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. ലാസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മളൊന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു കേവ് വന്ന് സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു കേവ് വന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ വീണ്ടും സ്കെയിൽ ടൂളിൽ വരാം. സ്കെയിൽ ടൂളിൽ വന്നിട്ട് ഇതേപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മളൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, സൂം ചെയ്ത് കൊടുക്കുക. സൂം ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് ആ ഒരു വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു ഗ്രാഫ് അവിടെ ഇല്ലേ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സ്കെയിൽ ടൂളിൽ വന്നിട്ട് ആ ഒരു ഗ്രാഫ് വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയതാ, കണ്ടില്ല, ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്കെയിൽ ഈ സൂം ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഗ്രാഫ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കണ്ടില്ല, ഇതാണ് നമ്മുടെ ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസിഷനാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം ഈ ഒരു ട്രാൻസിഷൻ പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ കീ ഫ്രെയിമൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ബീറ്റിനനുസരിച്ച് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ അടിപൊളിയായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.